നമസ്കാരം. യുദ്ധം അവസാനിച്ചില്ല. ട്രംപിനെ പുറത്താക്കി. ട്രംപിന്റെ കസേര തെറിപ്പിച്ചു അമേരിക്കൻ ജനത. സത്യത്തിൽ ട്രംപിന്റെ കൈവിട്ട കളി പാളിപ്പോവുകയാണ്. ഇറാനെ യുദ്ധത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ടാണ്. അതൊരു കൈവിട്ട കളിയായി പോയെന്ന് ഇപ്പൊ തിരിച്ചറിയുന്നു ട്രംപ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനത ട്രംപിന്റെ കസേര തെറിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് സംഭവിച്ചതല്ല. 2026 മെയ് മാസത്തിലെ ഈ ദിനങ്ങളിലൊക്കെ അമേരിക്കൻ രാഷ്ട്രീയം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയം. ഇറാനിലെ അമേരിക്കൻ സൈനിക ഇടപെടൽ 2 മാസം പിന്നിടുമ്പോൾ ലോകശക്തിയുടെ അമരത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് സ്വന്തം ജനതയോട് മറുപടി പറയാനാകാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ഈ റോയിട്ടേഴ്സും ഇപ്സോസും ഒക്കെ പുറത്തുവിട്ട ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത് തന്നെ ട്രംപിന്റെ പരാജയത്തെക്കുറിച്ചാണ്, ട്രംപിന്റെ പരാജയത്തിലേക്കാണ് എന്നുള്ളതാണ്. സർവേയിൽ പങ്കെടുത്ത 66% അമേരിക്കക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നു, എന്തിനാണ് നാം ഇറാനുമായി യുദ്ധം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ പ്രസിഡന്റിന് സാധിച്ചിട്ടില്ല എന്നാണ്. 3-1 റിപ്പബ്ലിക്കൻ അംഗം പോലും സ്വന്തം നേതാവിന്റെ യുദ്ധലക്ഷ്യങ്ങളെ സംശയത്തോടുകൂടി കാണുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണെന്നേ. ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കം ഇന്ന് അമേരിക്കൻ ജനതയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. മിസൈലുകളെക്കാൾ കൂടുതൽ ഇന്ന് ലോകത്തെ ഭയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് എണ്ണവിലയാണ്. ഇറാൻ സ്വീകരിച്ച തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലേക്ക് ആക്കിയിരിക്കുന്നു. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലെടുക്ക് ഫലപ്രദമായി അടച്ചുപൂട്ടുവാൻ ഇറാൻ സാധിച്ചു എന്നുള്ളതാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഈ ജലപാത തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം അവരെ തടഞ്ഞു വെക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് അമേരിക്കയിൽ പെട്രോൾ വിലയിൽ 50% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 ജനുവരിയിൽ 47% അംഗീകാരത്തോടെ അധികാരമേറ്റ ട്രംപ് ഇന്ന് 36% എന്ന റെക്കോർഡ് താഴ്ന്ന ജനപ്രീതിയിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ കുടുംബങ്ങളുടെ സ്വകാര്യ സമ്പാദ്യത്തെ യുദ്ധം നേരിട്ട് ബാധിച്ചു തുടങ്ങിയതോടെ ജനരോഷം വിരമ്പുകയാണ്. ആ ജനരോഷത്തിൽ വെന്തു വെണ്ണീറാകാൻ പോകുന്നു ട്രംപിന്റെ ഭരണകൂടം. അവിടുത്തെ ജനങ്ങൾ, അമേരിക്കൻ ജനത ട്രംപിനെ ചവിട്ടി പുറത്താക്കാൻ പോകുന്നു. ഗ്യാസ് വില വർധനവിന് ഉത്തരവാദി ട്രംപ് ഭരണകൂടമാണ് എന്ന് 65% പേർ വിശ്വസിക്കുകയാണ്. എന്തായിരുന്നു ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഇറാനിലെ ഭരണമാറ്റമാണോ, അതോ അവരുടെ ആണവ പദ്ധതികൾ തകർക്കലാണോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 2024 തിരഞ്ഞെടുപ്പ് വേളയിൽ അമേരിക്കൻ ജനതയുടെ ജീവിത ചെലവ് കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് ട്രംപ് അധികാരത്തിൽ വന്നതെന്നേ. എന്നാൽ ഇന്ന് വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് 40% അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും താഴേക്ക് പോവുകയാണ്. ഇറാന്റെ മണ്ണിൽ സൈനിക ഇടപെടൽ നടത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടികളെ കുറിച്ച് കൃത്യമായ ധാരണ ട്രംപിനുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. സമാധാന നിർദ്ദേശങ്ങൾ ഇരുപക്ഷവും മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ കരകയറാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വരാനിരിക്കുന്ന നവംബറിലെ ഇടക്കാല തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ജനപ്രതിനിധി സഭയിലും സെനറ്റിലും നിലവിലുള്ള നേരിയ ഭൂരിപക്ഷം നിലനിർത്തുക എന്നത് അവർക്കൊരു അഗ്നിപരീക്ഷയാണ്. ഗ്യാസ് വില ഇനിയും ഉയർന്നാൽ വോട്ടർമാർ റിപ്പബ്ലിക്കന്മാരെ കൈവിടുമെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞനടക്കം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. 10-3 അമേരിക്കക്കാർ തങ്ങളുടെ വേനൽക്കാല അവധിക്കാല യാത്രകളടക്കം റദ്ദാക്കാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ഇടയിലുള്ള അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. യുദ്ധം അവസാനിച്ചാൽ വില കുറയുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട് എങ്കിലും വിപണിയിലെ യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള കടുത്ത നിലപാടുകൾ അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ്. വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ വെറും 3-1 പേർക്ക് മാത്രമേ അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ മുൻതൂക്കമുണ്ടോ എന്ന് വിശ്വസിക്കുന്നുള്ളൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു യുദ്ധമല്ലെന്നേ, മറിച്ച് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ ബോംബിങ്ങിനെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ എണ്ണ വിപണിയെ ഒരു ആയുധമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിത്രമല്ലേ. അമേരിക്കയുടെ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും ഇറാന്റെ ആത്മവീര്യം കൊണ്ട് നേരിടുന്നു എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതിലൂടെ ആഗോള ഊർജ്ജ വിപണിയെ നിയന്ത്രിക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു വന്നിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്താതെ ലോകത്തെ എണ്ണവില ശാന്തമാകില്ല. ഇറാന്റെ ഈ കരുത്തുറ്റ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് പോറലേൽപ്പിച്ചിരിക്കുകയാണ്.
മിസൈലുകളെക്കാൾ വലിയ പ്രതിരോധം തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ് എന്നവർ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള ഹോർമൂസ് കടലിടുക്ക്. ആ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതിലൂടെ ഇറാൻ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് കൈവച്ചിരിക്കുന്നു എന്നതാണ്. 1254 മുതിർന്ന അമേരിക്കക്കാരിൽ നടത്തിയ ഈ സർവേ ട്രംപിനും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾക്കും ഒരു തരത്തിൽ താക്കീതാണ് എന്ന് പറയുന്നത്. യുദ്ധം ഇങ്ങനെ നീണ്ടുപോകും തോറും അമേരിക്കൻ ജനതയുടെ ക്ഷമ നശിക്കുകയാണ്. ആ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നാണ് അവർ പറയുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം പ്രതീക്ഷിച്ചതിലും ശക്തമാണെന്ന് വരുന്നത് ട്രംപിന്റെ വിദേശ നയത്തിന്റെ പരാജയമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഗ്യാസ് സ്റ്റേഷനുകളിലെ നീണ്ട നിരകളും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയമാകും. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികളെ സൈനികമായിട്ട് നേരിടാൻ ശ്രമിച്ച ട്രംപ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ് തകർത്തിരിക്കുന്നത്. സമാധാന ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ യുദ്ധം ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം യുദ്ധത്തിനെ അവസാനിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ട്രംപിനെ പോലൊരു നേതാവ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അമേരിക്കൻ ജനത വിളിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിനെ ചവിട്ടി പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി 47% ജനവികാരത്തിൽ നിന്ന് 36% താഴ്ന്നിറങ്ങുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ അമേരിക്കൻ ജനത തന്നെ പുറത്താക്കും, അല്ലെങ്കിൽ ട്രംപിന്റെ കസേര റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ തെറിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഒരിക്കലും ട്രംപിന് മാപ്പില്ല എന്ന് ജനം വിധിയെഴുതും.